നമസ്കാരം. IPLന്റെ 18ാം സീസണിലെ പോരാട്ടങ്ങൾ പാതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. മിന്നുന്ന പ്രകടനങ്ങളിലൂടെ നിരവധി താരങ്ങൾ ഇന്ത്യൻ T20 ടീമിലേക്ക് തങ്ങളുടെ അവകാശവാദവും ഉന്നയിച്ചു കഴിഞ്ഞു. ടൂർണമെന്റിന് ശേഷം ഇന്ത്യൻ T20 സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുമ്പോൾ സെലക്ടർമാർ തീർച്ചയായും IPLലെയും കൂടെ പ്രകടനം പരിഗണിക്കുമെന്നുറപ്പാണ്. ടൂർണമെന്റിൽ ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു T20 11 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചില വമ്പൻ താരങ്ങൾക്ക് അവസരം ലഭിച്ചേക്കില്ല. വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കസറിയവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു T20 ടീമിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആർക്കൊക്കെ അതിൽ നറുക്കു വീഴുമെന്ന് നോക്കാം. പുതിയൊരു ടോപ്പ് 3 ആയിരിക്കും ഇന്ത്യൻ ടീമിനൊപ്പം നമുക്ക് കാണാൻ സാധിക്കുക. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശനും രാജസ്ഥാൻ റോയൽസിന്റെ യശസ്വി ജയ്സ്വാളും ചേർന്നായിരിക്കും ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. ടൂർണമെന്റിൽ റൺവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഇരുവരും. ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടത്തിൽ ഇരുവരും ടോപ്പ് 4-ലുണ്ട്. GTക്ക് വേണ്ടി സീസണിൽ 7 മത്സരങ്ങളിൽ നിന്നും 52.14 ശരാശരിയിൽ 153.36 സ്ട്രൈക്ക് റേറ്റിൽ 365 റൺസ് സായി അടിച്ചെടുത്തു കഴിഞ്ഞു. 4 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടും. ജയ്സ്വാളിന്റെ പ്രകടനം എടുത്താൽ 8 ഇന്നിംഗ്സുകളിൽ നിന്നും 139.54 സ്ട്രൈക്ക് റേറ്റിൽ സമ്പാദ്യം 307 റൺസാണ്. 4 50കൾ ജയ്സ്വാളും തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ T20 ടീമിലെ 3ാം സ്ഥാനം ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ KL രാഹുലിനായിരിക്കും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ ടീമിന് സ്ഥിരതയും അനുഭവ സമ്പത്തും നൽകും. നേരത്തെ മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ട രാഹുൽ ഇത്തവണ എല്ലാവരുടെയും വായ അടപ്പിച്ചിരിക്കുകയാണ്. 6 ഇന്നിംഗ്സുകളിൽ നിന്നും 2 50കൾ അടക്കം 158.33 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 266 റൺസ് നേടിക്കഴിഞ്ഞു. വിക്കറ്റ് കീപ്പിംഗിലും ഇപ്പോൾ രാഹുൽ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ T20 ടീമിന്റെ കീപ്പിംഗ് ചുമതലയും അദ്ദേഹത്തിനാണ്. ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ 4ാം നമ്പറിലുള്ളത് ക്യാപ്റ്റനും 360 ബാറ്ററുമായ സൂര്യകുമാർ യാദവ് ആണ്. മുംബൈ ഇന്ത്യൻസിനൊപ്പം ഈ IPLൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 ഇന്നിംഗ്സുകളിൽ നിന്നും 151.42 സ്ട്രൈക്ക് റേറ്റിൽ 265 റൺസ് സ്കൈ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഒരു 50 അടക്കമാണിത്. T20ൽ ഇന്ത്യൻ ടീമിനെ വളരെ മികച്ച രീതിയിലാണ് സൂര്യ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്തേക്ക് അദ്ദേഹത്തെക്കാൾ മികച്ചൊരു ഓപ്ഷൻ നിലവിൽ ഇന്ത്യക്കില്ല. സൂര്യ കഴിഞ്ഞാൽ 5ാം നമ്പറിലുള്ളത് മറ്റൊരു മുംബൈ ഇന്ത്യൻസ് താരവും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയാണ്. പേസ്, സ്പിൻ ബൗളിങ്ങിനെ ഒരുപോലെ മികച്ച രീതിയിൽ നേരിടാൻ സാധിക്കുന്ന അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനമാണ് മുംബൈക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 ഇന്നിംഗ്സുകളിൽ നിന്നും 141.71 സ്ട്രൈക്ക് റേറ്റിൽ 231 റൺസ് തിലക് നേടിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് ടീമിലെ പ്രധാന ഓൾറൗണ്ടർ. മുംബൈക്കായി സീസണിൽ 11 വിക്കറ്റുകൾ നേടിയ അദ്ദേഹം 5 ഇന്നിംഗ്സുകളിൽ നിന്നും 104 റൺസും സ്കോർ ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ സായി കിഷോറാണ് ഇന്ത്യൻ ടീമിലെ മറ്റൊരു താരം. 11 വിക്കറ്റുകൾ ഇടം കയ്യനായ സ്പിന്നർ ഇതിനകം പോക്കറ്റിലാക്കി കഴിഞ്ഞു. ബൗളിംഗ് എടുത്താൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ കുൽദീപ് യാദവ് ആണ് ടീമിലെ പ്രധാന സ്പിന്നർ. 12 വിക്കറ്റുകളുമായി ഈ IPLൽ കസറുകയാണ് അദ്ദേഹം. പേസ് നിരയിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, പഞ്ചാബ് കിങ്സിന്റെ അർഷ്ദീപ് സിംഗ് എന്നിവരാണുള്ളത്. 14 വിക്കറ്റുകളുമായി ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ തലപ്പത്താണ് പ്രസിദ്ധ്. സിറാജ് 11ഉം അർഷ്ദീപ് 10 വിക്കറ്റുകൾ പിഴുതിട്ടുണ്ട്.